യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയെ നമ്മുടെ ഖത്തറിലെ 24 പ്രതിനിധി അൻവർ പാലേരി സന്ദർശിച്ചു. സാഹസികമായിട്ടാണ് അൻവർ പാലേരി അവിടെ എത്തിയത്. യമനിലെത്തുമ്പോൾ ഹൂത്തികൾക്കെതിരായി ഇസ്രയേൽ നടത്തിയ ഒരു ബോംബാക്രമണം കൺമുന്നിൽ നടന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഹൂത്തി ചെക്ക് പോസ്റ്റുകളൊക്കെ കടന്ന് അവരുടെയൊക്കെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവസാനം ഒരു പാസ്പോർട്ട് വാങ്ങിച്ചു. ആ പാസ്പോർട്ട് അവരുടെ കയ്യിലിരിക്കുകയാണ്. എന്നിട്ടും സെനയിലെ ജയിലിലെത്തി അൻവർ പാലേരി നിമിഷപ്രിയയെ കണ്ടു. ഒരുപക്ഷെ മലയാള ടെലിവിഷൻ ആദ്യമായിട്ടാണ് ഒരു ജേർണലിസ്റ്റ് അവിടെ എത്തുന്നതും ഇവരെ കാണാൻ കഴിയുന്നതും. പുറം ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും അവർക്കറിയില്ല. അവരെ പുറത്തിറങ്ങാൻ സഹായിക്കണമെന്ന് മാത്രമാണ് നിമിഷപ്രിയ പറഞ്ഞ് സനാ സിറ്റിയിലെ ജയിലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജയിൽ മോചിതയാകാൻ എല്ലാ സഹകരണവും നിമിഷപ്രിയ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലായത്. അൻവർ പാലേരി കുറേ റിസ്ക് എടുത്തു ഇതിങ്ങനെ ഒരു സന്ദർശനത്തിന്. കാര്യം നമ്മളൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യക്ക് എംബസി ഇല്ല ഇവിടെ എന്ന് നിങ്ങൾക്കറിയാം. മാത്രമല്ല ആ രാജ്യത്ത് എംബസി തുറക്കാനൊക്കെ അത്ര എളുപ്പമല്ല താനും. അവിടേക്കാണ് നമ്മുടെ അൻവർ പാലേരി എത്തിയത്. താങ്ക് യു അൻവർ പാലേരി. നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് സാധ്യമാക്കാനാകുമോ എന്ന് കൂടിയുള്ള അന്വേഷണമായിരുന്നു അൻവർ പാലേരിക്ക് സനാ സിറ്റി ജയിലിലേക്കുള്ള യാത്ര. നിലവിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ദോഹയിൽ നിന്ന് പുറപ്പെട്ട് തന്നെ നിമിഷപ്രിയയെ നേരിൽ കാണുക, ഏതെങ്കിലും തരത്തിൽ അവരെ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യത, അവസാനത്തെ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത കൂടി പരീക്ഷിച്ചു നോക്കുക. കാരണം കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് വധശിക്ഷ തൽക്കാലം ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഉടനെ നടപ്പാക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെയും മെനഞ്ഞാനും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ പലതരത്തിലും യമൻ മീഡിയകളിൽ വ്യാപകമായിട്ട് അറബിക് മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ പേടിയോടും ആശങ്കയോടും കൂടിയാണ് വന്നത്. ജയിലിന് പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ലെന്നും തന്നെ മോചിപ്പിക്കാൻ സഹായിക്കണമെന്നും നിമിഷപ്രിയ അൻവർ പാലേരിയോട് പറഞ്ഞു. നിമിഷപ്രിയ വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, എന്താണ് നടക്കുന്നത് എന്നെനിക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്തു നടക്കുന്നു എന്നൊരു അമ്മയെ കൂട്ടി സാമൂഹിൽ വന്നിരുന്നു, അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അമ്മ വന്നാൽ കുറെ കരയും, മറ്റൊന്നുമില്ല, എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കൂ. കഴിഞ്ഞ ബുധനാഴ്ച യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയ ദിവസമാണ് 24 പ്രതിനിധി അൻവർ പാലേരി നിമിഷപ്രിയയെ കാണാൻ സന സിറ്റി ജയിലിലേക്ക് യാത്ര ചെയ്തത്. സനയിലേക്കുള്ള യാത്രാമധ്യേ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് അൻവർ പാലേരി രക്ഷപ്പെട്ടത്. ഇന്നലെ ആക്രമണം നടക്കുമ്പോൾ തൊട്ടടുത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 300-400 കിലോമീറ്റർ റോഡ് വഴി യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഈ നേരത്തെ പറഞ്ഞ ഇന്ന് ആക്രമണം ഉണ്ടായ സ്ഥലത്ത് യാദൃശ്ചികമായി അതുവഴി കടന്നു വന്നു. പെട്ടെന്ന് ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ ഞങ്ങളുടെ ഒരു 100-150 മീറ്റർ സ്ഫോടനം നടക്കുകയാണ്. ആ സ്പോട്ടിൽ തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. ഇതാദ്യമായാണ് സന സിറ്റി ജയിലിലെത്തി നിമിഷപ്രിയയെ ഒരു മാധ്യമപ്രവർത്തകൻ നേരിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.